മമ്മൂക്കാക്ക് ചമ്പക്കച്ചോടാ. താമസം കുറെ ദൂരെ ആണേലും ഇവിടെ കൂടെ ഉണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ നല്ല കാര്യത്തിനും മമ്മൂക്ക മുമ്പക്കാ. ഞമ്മളെ വാപ്പ ആദ്യം ഇവിടെ കച്ചവടത്തിന് വന്നപ്പോ ഈ ജോസിന്റെയും ജോയിന്റെ ഒക്കെ അപ്പന്മാരാണ് വാപ്പയെ സഹായിച്ചത്. നമുക്കത് മറക്കാൻ നോക്കുക. ആട്ടെ, ബാബു സാറിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ല? കുറച്ച് ദൂരെയാ. ജോസേ, ജോസേ, ഒരു 10 രൂപ കാശ് കണ്ട് മോനൊരു കുറവില്ല. നമ്മളെ രാജപ്പൻ ഡോക്ടർ ഒന്നുകൂടി കാണിക്കാനാ. കുഞ്ഞിനെ അങ്ങനെ ഇരിക്കാണ്ട് കല്ലുകുട്ടി, ഒരു കുറവുമില്ല ചേട്ടത്തി. കുഞ്ഞിന് എന്താ അസുഖം? വയറ്റിളക്കം ചെറുതിൽ പോവാ. രാജപ്പൻ ഡോക്ടർ ഗുളിക തന്നു. അതിന്റെ പകുതി കൊടുത്ത പിന്നെ വയറ്റിന് വെള്ളം പോലെ പോകുന്നേ. എന്ത് മരുന്നാ കൊടുത്തത്? ഒരു വെളുത്ത ഗുളിക ഇതാക്കിട്ട്. ഞാനൊരു മരുന്നിനെ കുറിച്ച് തരാം, മേടിച്ചു കൊടുക്കാം. സംശയിക്കണ്ട, മേടിച്ചു കൊടുത്തത്. ജോസേ, ഇച്ചിരി കടലാസം പെൻസിൽ തന്നെ. പേരുകുട്ടി, ഒരു കടലാസം പെൻസിലേക്ക് എടുത്താൽ കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നേരെ. അല്ല, സാറിന് മരുന്ന് കുടിക്കാൻ അറിയാവാ? ഈ മരുന്ന് വാങ്ങി 1/2 ഗുളിക വീതം 3 നേരം കൊടുത്തു. കാശ് വേണ്ട? അത് ഞാൻ മറന്നു. മോനെന്തു പറ്റിയടാ? കുമാര്, തന്റെ കൂട്ടുകാരൻ കുറിച്ച് മരുന്ന് മേടിച്ചു കൊടുക്കാവാ. കണ്ടിട്ട് ഏതാണ്ടൊക്കെ അറിയാവുന്ന ആളല്ല തോന്നണേ. ചിലപ്പോ ഏതെങ്കിലും മരുന്ന് ഷാപ്പിൽ എടുത്തു കൊടുക്കാൻ ആളായിരിക്കാം. പണ്ടം കണ്ട് കഴുകി കിട്ടാൻ നിന്ന രാജപ്പൻ ഡോക്ടറുടെ മരുന്ന് കൊടുക്കാമെങ്കിൽ ഇതൊന്ന് കൊടുത്തു നോക്ക്. കൊടുത്തു നോക്കാം. നെല്ലിക്കുട്ടി, നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാനിപ്പോ വന്നേക്കാം. അവളിവിടെ നിൽക്കട്ടെ, നീ മരുന്ന് മേടിച്ചോണ്ട് വാ. നീ വാടി. ഒരു മേലിക്കോട്ടെ, ഇപ്പൊ